ഹായ് ചേച്ചി. ആരാ? എന്താ? ഉടുപ്പൊന്നും വേണ്ട. ഇതേ വിചാരിക്കണ പോലെ ഒന്നല്ല, ഞാനൊരു മാന്ത്രിക മരുന്നായിട്ടാ വന്നേക്കണേ. ഇതേ പ്രായം കുറയ്ക്കാനുള്ള മരുന്നാ. പ്രായം കുറയ്ക്കാനുള്ള മരുന്ന്? നോക്കട്ടെ. ഇതങ്ങനെ സാധാരണ മരുന്നൊന്നല്ല. കുറ്റിക്കാട് ചളിക്കുഴി വൈദ്യന്റെ അറബിക് വിധി പ്രകാരം തയ്യാറാക്കിയ ഇന്ത ഹൈവൻ എന്ന് പറഞ്ഞ മരുന്നാ. അതെയോ? ചെളിക്കുഴി വൈദ്യന്റെയോ? ഇതങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന മരുന്നല്ല. 10 വർഷം കൂടുമ്പോ 5 എണ്ണം മാത്രം ഉണ്ടാക്കണ മരുന്നാ. ഈ മരുന്ന് വെറും 10 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള ചേച്ചിയുടെ പ്രായത്തേക്കാൾ എന്ന 25 വയസ്സ് ചേച്ചിക്ക് കുറയും. സത്യം പറഞ്ഞാലേ എനിക്ക് 70 വയസ്സുള്ള ആളാ. ഞാൻ ഈ മരുന്ന് കഴിച്ചപ്പോ എനിക്ക് 45 വയസ്സ് പോലെയായി. എന്റെ പൊന്നെ, അത്രയും വ്യത്യാസം വരുമോ? അപ്പൊ ഞാൻ എന്റെ ഭർത്താവിന് മാറ്റേണ്ടി വരുമല്ലോ. ഭർത്താവിനെ മാറ്റാനല്ല, ആദ്യം തന്നെ കർപ്പായ വലിച്ചിടാൻ ആളെ അന്വേഷിച്ചു. പുതിയ ഭർത്താവിന് വേണമെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ലക്ഷം രൂപ വരുന്ന ഈ മരുന്ന് ചേച്ചിക്ക് വെറും 3500 രൂപയ്ക്ക് തരും. അതെയോ? 4 ലക്ഷം രൂപ മരുന്ന് 3500 രൂപയ്ക്കോ? അന്ന് എന്തായാലും എനിക്ക് തന്നെ വേണം മോളെ. ഇതങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുക്കില്ല. ചേച്ചീനെ കണ്ടപ്പോ എനിക്കൊരു പ്രത്യേക സ്നേഹം തോന്നി. എന്റെ സ്വന്തം ചേച്ചിയെ പോലെ എനിക്ക് തോന്നി. എന്റെ ഈശ്വര, ഇത്രയും നാള് മോള് എവിടെയായിരുന്നു? മാത്രല്ല, ഇത് മാന്ത്രിക വിധി പ്രകാരം ഉണ്ടാക്കിയതുകൊണ്ടേ കിടക്കാൻ സമയത്ത് കുറച്ച് കട്ടിലപ്പടിയിലും കുറച്ച് ഗേറ്റിന്റെ അവിടെ കൊണ്ടുപോയി ഇടുമ്പേ സമ്പത്ത് കുമിഞ്ഞുകൂടും. അന്നൊരു വേഗം താ മോളെ. അയ്യോ, ഇതിപ്പോ തരാൻ പറ്റില്ല. ഇത് വെറും സാമ്പിളാണ്. ഒറിജിനൽ മരുന്ന് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാശും കൂടെ തന്നാലും മരുന്ന് ഇപ്പൊ വീട്ടിലെത്തും. ശരി ചേച്ചി, വണ്ടി ഇപ്പൊ വരൂട്ടോ. ഇവിടെ തന്നെ നോക്കിയിരുന്നോട്ടാ. നോക്കിയിരുന്ന് മൂക്കിലെ പല്ല് മുളക്കിലുണ്ടാവുള്ളൂ. വണ്ടിയും വരില്ല, ഒരു കിണ്ടിയും വരില്ല. ഞാൻ ഈ നാട് വിട്ട് പോട്ടെ. സന്ധ്യയായല്ലോ, മരുന്ന് വരാൻ പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അതിന് 6 ഇപ്പോഴും വന്നിട്ടില്ലല്ലോ. മോനെ ഒന്ന് വിളിച്ചോക്കട്ടെ. ഹലോ മോനെ, എടാ അത്ഭുത മരുന്ന് തരാന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്റെ പൈസ മേടിച്ചിട്ട് പോയിട്ട് മോനെ. പോയിട്ട് 10-13 മണിക്കൂറായി, ഇതുവരെ വന്നിട്ടില്ല. അയ്യോ അമ്മ, അത് വെറും പറ്റിക്കില്ല. അതെയോ? അതെ, അമ്മ പേടിക്കണ്ട. ആ പെണ്ണ് എന്നെ പറ്റിച്ചിട്ട് പോയി. അത് ശരി. എല്ലാം നമ്മുടെ ആർത്തികാരനാ. എത്ര കിട്ടിയാലും പഠിക്കില്ല. ശരി മോനെ, എന്നാ കുറച്ച് പ്രായം കുറഞ്ഞൊരു ചെറുപ്പം പെണ്ണാമെന്ന് ഞാൻ ആഗ്രഹിച്ചത് വെറുതെ ആയല്ലോ. കഴിഞ്ഞ ആഴ്ച ഐരാവതത്തിന്റെ വാല് തരാന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പോയി. മതി, ഇതും പറ്റിക്കലായിരുന്നോ ഈശ്വര?